യഹൂദരുടെ മൂന്നാമത്തെ ആലയം ഇസ്രായേലിൽ പണി തീരുമ്പോൾ സംഭവിക്കുന്ന പ്രധാന സംഭവങ്ങൾ. ബൈബിളിലെ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? പ്രധാന സംഭവങ്ങൾ ലോകത്തെല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുന്നതാണ്. എന്തൊക്കെയാണ് പ്രധാനമായും സംഭവിക്കുന്നത്? ആടുകളെയും കാളകളെയും യഹൂദർ ബലിയർപ്പിക്കും. എതിർ ക്രിസ്തു എന്നയാൾ യേശു ക്രിസ്തു പഠിപ്പിച്ചതിന് വിപരീതമായി പഠിപ്പിക്കുന്നയാൾ ആലയത്തിൽ പ്രവേശിക്കും. ആടുമാടുകളുടെ ബലി നിർത്തലാക്കും. ദൈവം വെറുക്കുന്ന ഒരു മൃഗത്തിൻ്റെ പ്രതിമ അതിൽ സ്ഥാപിക്കും. ദൈവം വെറുക്കുന്ന അശുദ്ധ മൃഗമായ പന്നിയെ പ്രതിമയ്ക്ക് മുൻപിൽ ബലിയർപ്പിക്കും. പ്രതിമയിൽ പിശാച് ആവസിക്കും. പ്രതിമയിലൂടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആകാശത്തിൽ നിന്നും തീ ഇറക്കും. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. താൻ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് തന്നെ വണങ്ങി നമസ്കരിക്കാൻ പ്രതിമ മനുഷ്യരെ നിർബന്ധിക്കും. പ്രതിമയെയോ അതിൻ്റെ രൂപത്തെയോ വണങ്ങുന്നവർക്ക് ഒരു മനുഷ്യൻ്റെ നാമമോ അതിൻ്റെ നമ്പറായ 666 നെറ്റിമേലോ വലത് കൈയിലോ മുദ്രയിടപ്പെടും. അവർ പിശാചിന് എന്നേക്കും അടിമകളായിത്തീരും. പ്രതിമയെയോ അതിൻ്റെ രൂപത്തെയോ വണങ്ങാത്തവർ വാളാൽ കൊല്ലപ്പെടും. മൃഗത്തെ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ അതികഠിനമായ രോഗങ്ങളാലും പ്രകൃതിക്ഷോഭങ്ങളാലും കഷ്ടപ്പെടും. ദൈവത്തിൻ്റെ അന്ത്യന്യായവിധിയിൽ അവർ നിത്യനരകത്തിൽ പിശാചിനും അവൻ്റെ സേവകർക്കുമൊപ്പം നിത്യമായി നരകത്തിൽ തള്ളപ്പെടും. ആമേൻ, ആമേൻ.